റൈസ് ഉണ്ട്. നമുക്ക് ഈ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ചെറുള്ളിയുണ്ട്, പിന്നെ മിൽക്ക് പൗഡറോ എന്തൊക്കെ കോക്കനട്ട് ഗ്രേറ്റ് ഉണ്ട്, കുറച്ച് സ്പൈസസ്. നമുക്കിത് കോക്കനട്ട് റൈസ് ഉണ്ടാക്കിയതാണ്. നമുക്ക് റൈസ് ഒന്ന് കോക്കനട്ട് റൈസും പിന്നെ കോക്കനട്ട് റൈസ്, ഒരു ചിക്കൻ ഫ്രൈ. ശ്രീലങ്കൻ ഇതല്ലേ കോക്കനട്ട് റൈസ്? കോക്കനട്ട് റൈസ് ശ്രീലങ്കനും ഉണ്ട്. പിന്നെ നമ്മളുടെ ഇതിന് ഈ മാംഗ്ലൂരിയനിൽ കുറച്ച് കോക്കനട്ടിൻ്റെ ഇതുണ്ട്. കോക്കനട്ട് ഉടുപ്പി ക്യൂസിനിലൊക്കെ കൊപ്രിയന്ന എന്ന് പറയും. കൊപ്രിയന്ന കേട്ടിട്ടുണ്ടോ? കോപ്രിയന്ന, കോക്കനട്ട് റൈസ്, ചിത്രാന്ന, ലെമൺ റൈസ്. കേരളൈസ് വേർഷൻ ആണ്. കുറച്ച് കറിവേപ്പിലയും മറ്റേ രംബ ലീവ്സ് അത് യൂസ് ചെയ്യാറുണ്ട് ഞാൻ. ഈ റൈസ് എല്ലാം ഫ്ലോറൈൽ ഉണ്ടോ? ആക്ച്വലി റൈസ് എല്ലാം ഉണ്ട്. ഉണ്ടോ? ഞങ്ങൾ ബുഫേയിൽ ഓരോ ദിവസം ഓരോ റൈസ് എടുക്കും. എല്ലാ റൈസും ലെമൺ റൈസ്, മസാല റൈസ്, കോക്കനട്ട് റൈസ്, പിന്നെ നട്ടി റൈസ്, സാഫ്രോൺ റൈസ്, ജീര റൈസ്. ഓരോ ദിവസത്തേക്ക് ഓരോ ദിവസം ബുഫേ ഉള്ളപ്പോഴേ ഓരോ റൈസ് നിങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ കോക്കനട്ട് റൈസ് ഉണ്ടാക്കുന്നതുകൊണ്ട് രംബ ലീവ്സ് യൂസ് ചെയ്യും. എന്തിനാ രംബ ലീവ്സ് യൂസ് ചെയ്യും? ആ ഫ്ലേവർ എന്താ സ്മെൽ കിട്ടാൻ വേണ്ടി. അത്രയ്ക്ക് ഫ്ലേവർ ഉണ്ടോ രംബ? യെസ് ഉണ്ട്. രംബ ശരിക്കും അത് ഈ വെള്ളത്തിനകത്തിട്ട് ഞാൻ ബോയിൽ ചെയ്ത്. ഇത് മതിയോ? എന്നിട്ട് ഇനി എന്താ വേണ്ടേ? ഇഞ്ചി ഗാർലിക്. ഞാൻ പറയുന്നവർക്ക് ഉണ്ടാക്കുവാന്നോ? എനിക്ക് വയ്യ. ഈ കോക്കനട്ട് റൈസ് വേറെ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ നമ്മൾ റൈസ് തേങ്ങാപ്പാലില് ദം ചെയ്തെടുക്കുന്ന ഒരു അത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. അത് ഉണ്ടാക്കി നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ് റൈസിന്. ഈ സെയിം പ്രോസസ്സിലാണോ? സെയിം അല്ല, നമ്മൾ ബിരിയാണി ദം ചെയ്തില്ല, മസാലയൊക്കെ ഇട്ട് ബിരിയാണി ദം ചെയ്യുന്ന ആ പ്രോസസ്സ് തന്നെ കോക്കനട്ട് റൈസിന്. പക്ഷേ ഇതെല്ലാം കൂടെ നമ്മൾ സോട്ട് ചെയ്ത് വീണ്ടും വെള്ളത്തിൽ ബോയിൽ ചെയ്യണ്ടായോ? ചെയ്ത് കഴിഞ്ഞിട്ട് ഇല്ലില്ല, വെള്ളം ദം ചെയ്യുമല്ലേ, റൈസ് ദം ചെയ്യുക. ദം ചെയ്യുമ്പോൾ റൈസ് റെഡ്യൂസ് ചെയ്തിരിപ്പല്ലേ, അന്നേരം കോക്കനട്ട് ആ വെള്ളത്തിന് പകരം കോക്കനട്ട് മിൽക്ക് ചെയ്യണം. കോക്കനട്ട് മിൽക്ക് വെച്ചാൽ ആദ്യത്തെ പാൽ ഏറ്റവും ലൂസായിട്ടുള്ള പാലിൽ എല്ലാവർക്കും സ്പൈസി ഫുഡാണ് ഇഷ്ടം. സ്പൈസി ഫുഡാണോ ഇഷ്ടം? എല്ലാവർക്കും. ആരും ചോദിക്കാതെ ആരാ പറഞ്ഞു സ്പൈസി ഫുഡ് ഇഷ്ടമാണ്? ഞാൻ പറഞ്ഞ വീട്ടിലെല്ലാവർക്കും സ്പൈസി ഫുഡ് ഇഷ്ടമാണ്. എൻ്റെ വീട്ടില് ഇവിടെ പറഞ്ഞില്ല, ഇവർക്ക് കേരള ഫുഡാണ്, നാടൻ ഫുഡാണ് ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ. പുഴയിൽ നിന്ന് കിട്ടുന്നില്ല, കായലിൽ നിന്ന് കിട്ടുന്ന മീനുകളൊക്കെ അതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ എന്താണ് റീസൺ? നിങ്ങൾ അങ്ങനെ കഴിക്കാറുണ്ടോ? ആ സമയത്ത് ഒറ്റയായിരിക്കും, ആ സമയത്ത് കിട്ടുന്ന മീൻ വാങ്ങിച്ച് കഴിക്കും. ഞാൻ നോക്കാറില്ല എന്താ മീൻ, അന്നേരം എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്ത് മേടിച്ച് കഴിക്കും. ഞങ്ങളുടെ ഫാമിലി ഫുൾ ഫിഷ് ഈറ്റേഴ്സാണ്, ഫിഷിറ്റേറിയൻസ് എല്ലാവരും. ഫിഷ് ലവേഴ്സ് ആണ്. എന്താ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫിഷ് ഏതാണ് വീട്ടില്? ചൂര ആൻഡ് നെയ്മീൻ. ചൂര ആൻഡ് നെയ്മീൻ. എന്താ ചെയ്യാൻ പോകുന്നത് ചേട്ടാ? ഞങ്ങൾ കോക്കനട്ട് റൈസ് ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, ഒന്നും എല്ലാം കണ്ടുപിടിച്ചു. ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു, ഇവിടെ ഹോസ്റ്റലിൽ കോക്കനട്ട് റൈസ് ഒക്കെ ചെയ്യാറുണ്ടോ? ചേച്ചിയോട് ചോദിച്ചു, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാറുണ്ടോ ഹോസ്റ്റലില്? ഈ ഫെസ്റ്റിവലിലൊക്കെ എന്തൊക്കെ ചെയ്യുന്നത്? ഓണം, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഹോസ്റ്റലില്? രീതിയില് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും. ഓ, ചേച്ചിക്ക് എപ്പോഴും സന്തോഷം വരട്ടെന്ന് പിള്ളേർ പ്രാർത്ഥിക്കായിരിക്കും. ചേച്ചിക്ക് എന്നും സന്തോഷം വരട്ടെന്ന്. ഇതെന്താ ചെയ്യാൻ വേണ്ടിയ? ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ഫ്രൈയോ? ഇത് കേരള ക്വിസീൻ ആണോ? ഏതാ?
മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്. That's it. കുറച്ച് മല്ലിപ്പൊടി വേണം. കുട്ടികൾക്ക് ചിക്കൻ ഫ്രൈ ഹോസ്റ്റലിൽ കൊടുക്കാറുണ്ടോ? ചിക്കൻ ഫ്രൈ കൊടുക്കാറുണ്ട്. ചപ്പാത്തി കൊടുക്കാറുണ്ട് ഡിന്നർ ടൈമിൽ. ഡിന്നർ ഓക്കെ. അപ്പോൾ ഇത് ചിക്കൻ അല്ലെങ്കിൽ എഗ് ആയിരിക്കും. ഡിന്നർ സമയമില്ലേ? ഡിന്നറിൻ്റെ സമയവും ലഞ്ച് എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? ഓ ഓക്കെ ഓക്കെ. ഓ വർക്കിംഗ് ആയതുകൊണ്ട് ബാക്കി ഇവിടെ ഇവിടെ പഠിക്കുന്നവർക്കൊക്കെ കഴിക്കുന്നവരുണ്ട്. മീൻകറി ഫ്രൈങ് പാനിനകത്ത് ഉണ്ടാക്കുന്നതാണ്. മീൻകറി ഫ്രൈങ് പാനിനകത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. കണ്ടോളൂ ചെയ്തോളൂ എന്നൊക്കെ. റൈസ് നോക്ക്. റൈസ് ആയോ? ആയി കാണണം.